ഹലോ, ജെറിയാണേ. ഇന്ന് ഡാഡിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ സ്വന്തം ഷാജീസ് ബേക്കറിയിൽ നമ്മളൊരു കേക്കിങ് എടുത്തു. ദിനേശൻ ഒരു പണി മാത്രം കാണിച്ചു വെച്ചിട്ടുണ്ട്. കേക്കിൽ മേളിൽ എഴുതി കഴിഞ്ഞപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞാൽ കേക്ക് നല്ല കിണ്ണം കാച്ചിയ കേക്ക് അവൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കേക്കിനകത്ത് കുറേ ഫില്ലിംഗ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഡാഡിയുടെ 75ാമത്തെ പിറന്നാളാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ഒരു പിറന്നാളായിരുന്നു ഇത്. ഡാഡിക്കും മമ്മിക്കും പിന്നെ മധുരം അധികം കഴിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രമല്ല നമുക്ക് ഇത്രയും മധുരമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മധുരം കഴിക്കാൻ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്ന മറ്റൊരാളുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ആമിക്കുട്ടി. എന്തായാലും എല്ലാവർക്കും ഞങ്ങൾ കേക്ക് ഷെയർ ചെയ്തു. ഞങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടേ ആഘോഷിക്കാറുള്ളൂ. ആഘോഷം തന്നെ കുറവാണ്. എന്നിരുന്നാലും ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടേ ആഘോഷിക്കാറുള്ളൂ. പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ വിളിച്ച് വലിയ ഗ്രാൻഡ് പരിപാടികളോടൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് കുറച്ച് നട്ട്സിൻ്റെയോ ചോക്ലേറ്റിൻ്റെ എന്തൊക്കെയോ ഫില്ലിങ് ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വായിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു കേക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും പോലൊരു രസമുണ്ടല്ലോ. അടിപൊളി കേക്കായിരുന്നു. താങ്ക് യു ഷാജീസ് ബേക്കറി. അതേപോലെ ഡാഡിക്കൊരു മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി മമ്മി റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ ഡോക്ടർ എം.എ. മാത്യൂസ്. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് ആമിക്കുട്ടിയാട്ടോ കൊടുത്തത്. അങ്ങനെ ഡാഡിക്ക് ദീർഘകാല ആയുസ് നേരുന്നു. ഒരുപാട് സന്തോഷം. മേ ഗോഡ് ബ്ലസ് യു ഡാഡി. ഇനി അടുത്തത് ഫുഡിൻ്റെ പരിപാടിയാണ്. ഞങ്ങളിന്ന് പുറത്തു നിന്നാണ് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കനാണ് ഞങ്ങൾ ഫുഡായിട്ട് വാങ്ങിച്ചത് കേട്ടോ.